അപ്പോൾ ആദ്യം തന്നെ രാവിലെ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അതിനുശേഷം എമ്പുരാൻ്റെ ബുക്കിങ്ങിന്, അതുപോലെ സിക്കന്ദർ, നമ്മുടെ സൽമാൻ ഖാൻ്റെ പുതിയ ചിത്രം, വീര സൂര്യ എന്ന് പറയുന്ന വിക്രമിൻ്റെ ചിത്രം, ഈ 3 ചിത്രങ്ങളെ ഇതൊക്കെയായിരുന്നു നാം പറഞ്ഞിരുന്നത്. അപ്പം എമ്പുരാൻ എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ്റെ മലയാള ചിത്രത്തോട്ട് പ്രത്യേക ഒരു സ്നേഹമുണ്ടല്ലോ, ബാക്കിയെല്ലാം ഹിന്ദിയും തമിഴും ഒക്കെയാണ്. ഏതായാലും സിക്കന്ദർ എന്ന് പറയുന്ന ചിത്രം ഇന്ന് റിലീസ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും ഒക്കെ നോക്കുമ്പോൾ ഏകദേശം 17,000 ടിക്കറ്റൊക്കെ വിറ്റ് പോകുന്നുണ്ട്. വളരെ നല്ല കാര്യം, നല്ലൊരു ഇതാണ്. പക്ഷേ എമ്പുരാനുമായിട്ട് താരതമ്യപ്പെടുന്നത് എമ്പുരാൻ ഒരു സമയത്ത് 30,000-ന് മുകളിലൊക്കെ ടിക്കറ്റ് സൂപ്പർ സൺഡേ ഞായറാഴ്ച ദിവസം മാറിയെന്നുള്ളതാണ്. അതുപോലെ ധീര സൂര്യ വിക്രമിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇത് റിലീസിങ് വളരെ മോശപ്പെട്ട ടൈമിലാണ് ഇത് റിലീസ് ചെയ്തത് എന്ന് തോന്നുന്നു. അത് ആ ചിത്രത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കാരണം തിയേറ്ററുകളുടെ എണ്ണം കുറയുന്നു, എമ്പുരാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ തമിഴ് സിനിമയെ ഫൈറ്റ് നിൽക്കാൻ പറ്റാത്ത മലയാള സിനിമയെ പറ്റിയായിരുന്നു കേട്ട്. ഇപ്പം ഹിന്ദി ആയാലും തമിഴാണെങ്കിലും അവിടെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു മലയാള ചിത്രം അവരെല്ലാം കവച്ച് വെച്ച് റെക്കോർഡുകൾ കുറിക്കുന്നതെന്ന് പറയുമ്പം അവരെ സംബന്ധിച്ച് എന്താ ഒരു ഈഗോ പ്രശ്നം അടിച്ചു എന്ന് തോന്നുന്നു. ഏതായാലും ബാംഗ്ലൂർ സിറ്റിയിലെ തന്നെ കഥകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ ഫുൾ ഷോ, പല തിയേറ്ററുകളും 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം വെളുപ്പാങ്കാലത്തേക്ക് പല വീഡിയോകളും കണ്ടു കഴിയുമ്പം നമ്മൾ ഞെട്ടിപ്പോവുക. ഇത്രമേൽ ഒരു ചിത്രത്തെ സംബന്ധിച്ച് ഇങ്ങനെയൊരു മലയാള സിനിമയുടെ ചരിത്രത്തിന് ആദ്യമായിട്ടാണ്. നമ്മളിത് പറയുന്നതിനനുസരിച്ച് നമുക്ക് ചീത്തവിളി ഇങ്ങനെ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതിനിടയ്ക്ക് ഞാൻ പിന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ ഇപ്പം ഇന്നത്തെ ഷോ എന്ന് പറയുന്നത് 155 സെൻട്രി ഷോയാണ് എമ്പുരാൻ്റെ നടക്കുന്നത്. ബാക്കി എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാൻ ഇടാം. 60 ഷോ മാത്രമേ ഉള്ളൂ സിക്കന്ദർ എന്ന് പറയുന്ന ഇന്ന് റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്. മറ്റേതാണ് 9 ഷോയേ ഉള്ളൂ, ധീര സൂര്യ. അങ്ങനെ എല്ലാ ചിത്രങ്ങളുടെയും കണക്കുകൾ നമ്മളിടാം. അപ്പം 155 തിയേറ്ററുകളിലാണ് ഇന്ന്. കർണാടകത്തിൽ നിന്ന് മാത്രമായിട്ട് 7 കോടി രൂപയോളം ഇത് കളക്ട് ചെയ്തു എന്ന് പറയുന്നു 3 ദിവസം കൊണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് പോകുന്നത്. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന കഥകളൊന്നുമല്ല. അവിടുത്തെ ചാനലുകളിലും അവിടുത്തെ ട്രാക്കർമാരും ഒക്കെ നമുക്ക് വരുന്ന ഇതും പ്രകാരമാണ് നമ്മൾ പറയുന്നത്. അതിന് ചീത്തവിളി മൊത്തം നോക്കാം. നമ്മൾ അച്ഛനെ പറയുന്നു, അമ്മയെ പറയുന്നു. ഇതൊന്നും എനിക്കൊരു വലിയ കാര്യമില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചിട്ട് ഒത്തിരി നാളായി. അപ്പം അവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഇതുമില്ല. കാരണം നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ഇവിടുത്തെ ഭൂമിയിലെ ജീവിതമൊക്കെ കഴിഞ്ഞ് മതിയാക്കി അവർ പോയിരിക്കുകയാണ്. പിന്നെ ഈ അച്ഛൻ്റെ അമ്മയുടെയും വില അറിയാൻ വയ്യാത്തവരാണ് സ്വന്തമായിട്ട് മറ്റുള്ളവർ അച്ഛനെയും അമ്മയ്ക്കൊക്കെ സ്ഥിരമായിട്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എത്രയൊക്കെ പറഞ്ഞാലും അത് നമ്മൾ ചിരിച്ചത് അതിൻ്റേതായ രീതിയിൽ ഈ പലർക്കും പിടിച്ചു നിൽക്കാൻ വയ്യാതെ വരുമ്പോഴത്തേന് പലരും ചീത്ത വിളിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് വഴക്ക് കൂടുമ്പം കണ്ടിട്ടില്ലേ, ചീത്ത വിളിക്കുക. പിടിച്ചു നിൽക്കാൻ പറ്റാതായി, ഇപ്പം പറഞ്ഞു നിൽക്കാൻ പറ്റാതാവും. അപ്പോൾ ഈ കളക്ഷനും ഇതുമെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ പലരുടെയും തലയ്ക്കങ്ങ് മത്ത് പിടിച്ചു. അവർക്ക് പിന്നെ ഒറ്റ വഴിയുള്ളൂ, ഇവനെ ചീത്ത വിളിച്ച് തോൽപ്പിക്കുക എന്നവിടെ. ചിലവർ പറയത്തില്ല, തെറി പറഞ്ഞ് തോൽപ്പിക്കുക എന്ന അവസ്ഥയിലേക്ക് ചിലവരൊക്കെ മാറിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും നമ്മുടെ രോമത്തെ പോലും തൊടത്തില്ല എന്ന് ഇങ്ങനെയുള്ള വ്യക്തികളോട് ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ വളരെ സ്നേഹപൂർവ്വം മാത്രമേ അവരെ കാണുന്നുള്ളൂ. അവർ ഓരോരുത്തരും പഠിച്ച ഭാഷയല്ലേ പാടത്തുള്ളൂ. നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട്, നമ്മുടെ സംസ്കാരം, ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് വാക്കുകൾ പ്രയോഗിക്കാനും എങ്ങനെ പെരുമാറണമെന്നൊക്കെ പഠിപ്പിക്കുന്നത് അല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ. കാരണം അവരങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ട് ഈ എമ്പുരാൻ ഇവരിങ്ങനെ ചീത്ത വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. പിന്നെ എന്താ പറയുക, ചീത്ത വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം എമ്പുരാൻ്റെ കളക്ഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തു പറഞ്ഞാലും അത് തള്ളാണെന്ന് പറയുന്നു. പക്ഷേ ബുക്ക് മൈ ഷോയെ സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്ക് ഈ വാർത്തകൾ കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ എല്ലാ തിയേറ്ററും പോയി നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല എത്ര ടിക്കറ്റ് ഇവിടുന്ന് പോയി. പക്ഷേ തിയേറ്ററുകളിലെല്ലാം നമ്മളൊന്ന് സന്ദർശിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാവും. അതുപോലെ തിയേറ്ററുകളിലെ ഉടമകളുടെയും അവിടുത്തെ സെക്യൂരിറ്റിക്കാരുടെയൊക്കെ അവസ്ഥ പറയുന്നുണ്ട്. അവർ ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി.
ഇത് തിയേറ്റർ അടയ്ക്കാൻ പറ്റിയിട്ടില്ല പല തിയേറ്ററുകളും. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെ വ്യക്തമാണ്. പക്ഷേ ചിലരങ്ങോട്ട് സമ്മതിക്കാൻ പറ്റില്ല. സമ്മതിച്ചു കഴിഞ്ഞാൽ അവർ ജയിക്കത്തില്ലല്ലോ. അതാണ് അവസ്ഥ. അപ്പോൾ ഇത് വിവാദങ്ങളുമൊക്കെ ഈ ചിത്രത്തിന്, ഞാൻ പറഞ്ഞില്ലയോ, ചില പ്രശ്നങ്ങൾ ചിലതിന് വളമായി പോകുമെന്ന് പറഞ്ഞ പോലെ വിവാദങ്ങൾ ഈ ചിത്രത്തിന് ബൂസ്റ്റപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ലെവലിൽ തന്നെയാണ് ചിത്രം പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ സൽമാൻ ഖാൻ്റെ ചിത്രം റിലീഫ് ആവുകയാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ച 17,000 ടിക്കറ്റൊക്കെ വിറ്റ് പോകുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. കാരണം അതുപോലെ തന്നെ തിയേറ്ററിന് ബുക്കിംഗ് ഉണ്ടാകും. പിന്നെ ചിലവർ ചോദിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ നിന്ന് ഇത്രയും ടിക്കറ്റല്ലേ വിറ്റുള്ളൂ, പിന്നെ ഈ കളക്ഷനെല്ലാം എവിടെ നിന്നുണ്ടായി? ഞാനൊരു കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളായി നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ടിക്കറ്റ് ബുക്ക് മൈ ഷോയ്ക്ക് കയറുന്ന കഴിയുമ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റൊക്കെ ആണെങ്കിൽ കഴിയുന്നത് നമ്മൾ ഒഴിവാക്കും. വേണ്ട, പിറ്റേന്നത്തേക്ക് ടിക്കറ്റ് നോക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ. അതായത് ചിലപ്പം നമ്മൾ കയറി കഴിയുമ്പോൾ എല്ലാം ഫുള്ളായിരിക്കണമെന്നില്ല. ഫ്രണ്ട് ഷോ ഈ സീറ്റൊന്നും ആർക്കും വേണ്ടാതെ തല ഇങ്ങനെ ബുക്ക് ചെയ്ത് നോക്കണമെന്ന് ആൾക്കാരെ ഉപേക്ഷിക്കും. പിന്നെ പുറകോട്ടുള്ള സീറ്റിന് വേണ്ടി ശ്രമിക്കും. അതാണ് അവസ്ഥ. പിന്നെ അങ്ങും ഇങ്ങൊക്കെ ഓരോ സീറ്റ് കാണും. നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പം അങ്ങനെ വേണ്ട, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കാണാമെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിലപ്പോൾ ഓരോ തിയേറ്ററിൽ 1-2 സീറ്റുകൾ കാണുമായിരിക്കാം. അതുകൊണ്ടൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ. അതുപോലെ ചിലവർ ചോദിക്കുന്നുണ്ട്, ബുക്ക് മൈ ഷോയിൽ ഇത്ര ടിക്കറ്റല്ലേ വിറ്റുള്ളൂ, പിന്നെ എങ്ങനെ ഈ കളക്ഷൻ എല്ലാം വന്നു? അതുപോലെ നമ്മൾ ബുക്ക് മൈ ഷോ പോലും ടിക്കറ്റ് എടുക്കാൻ അറിയാൻ വയ്യാത്തവരുണ്ട്. പിന്നെ ഇതിന് സർവീസിങ് ചാർജ് ഇനത്തിലൊക്കെ കാശ് ഈടാക്കുന്നുണ്ട്. അതിന് പകരം നമ്മൾ നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. സിനിമ കാണാൻ പോവുക, നേരിട്ട് ടിക്കറ്റ്. അത് അങ്ങനെ ഈ ബുക്ക് മൈ ഷോയിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കുന്നവരായിരിക്കും എണ്ണം. കാരണം കവിത തിയേറ്റർ നമ്മൾ കണ്ടു, ബുക്ക് മൈ ഷോയിൽ ഉണ്ടായിട്ട് പോലും കവിത തിയേറ്റർ നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു. അതുപോലെയാണ് എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഇതുണ്ട്. അതുപോലെ ഇന്നലെ 3,44,000 ടിക്കറ്റാണ് ഇന്നലെ 24 മണിക്കൂർ കൊണ്ട് വിറ്റുപോയത് എന്ന്. അത് ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രമായിട്ടുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സത്യം പോലെ കിടക്കുന്ന കണക്കുകളാണ്. നമുക്ക് തള്ളാനാണെങ്കിൽ എത്ര ദിവസം തള്ളാൻ പറ്റും? നമ്മൾ തെളിവ് സഹിതമല്ലേ പുറത്ത് വിടുന്നത്. അതിന് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ തന്തയ്ക്കോ ഒന്നും വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞോളൂ, അന്ന് നമ്മൾ നമ്മുടെ രോമത്തെ പോലും അതൊന്നുമില്ല. നമ്മൾ അങ്ങനെയുള്ളവരുടെ അച്ഛനെ അമ്മയൊക്കെ ഓർത്ത് നമ്മൾ സഹതപിക്കുവാനേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതൊക്കെ ഒരു ബാലിശമായ ഇതാണ്. നമുക്ക് പൊരുതി തോക്കാൻ പറ്റത്തില്ലെങ്കിൽ, പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ, സത്യമായിട്ട് നിലനിൽക്കുമ്പോൾ ചീത്ത വിളിച്ച് തോൽപ്പിക്കുക. അപ്പം ചീത്ത വിളിച്ചാലും ചീത്ത വിളിച്ചില്ലെങ്കിലും നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഈ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തെ ഞാൻ കാണുന്നത് മോഹൻലാൽ ചിത്രത്തിനെന്നുപരി മലയാള സിനിമയിലെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലങ്ങളിലൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖമായിരുന്നു മലയാള സിനിമയുടെ തണുപ്പത്ത് ലിയോ എന്ന് പറയുന്ന ഒരു തമിഴ് പടം. അത് നേരത്തെ ഞാൻ പറഞ്ഞു, ലിയോ വിജയൊന്നും എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു മലയാള പടം വേണമെന്ന് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ നമ്മുടെ എമ്പുരാൻ സാധിച്ചു. അതുപോലെ മലയാള സിനിമയിൽ നിന്ന് ഒരു 50 കോടി ആദ്യ ദിന കളക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അതും എമ്പുരാൻ സാധിച്ചു. ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ നിന്ന് ഒരു 100 കോടി വേണം എന്നാണ് ആദ്യ ദിനം. അത് നമ്മൾ താമസിക്കാനേ സാധിക്കും അടുത്ത പടവുമായിട്ട്, അല്ലേ? അതുപോലെ ഇനിയും 500 കോടിയെപ്പറ്റി നമ്മൾ ചിന്തിക്കും. ഇത് 500 കോടി അടിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അടിക്കാനും ഇല്ലെങ്കിലും നമ്മളത് സാധിച്ചിരിക്കും എന്നുള്ളതാണ്. പിന്നെ 500 കഴിയുമ്പോൾ നമ്മൾ 1000-ത്തെ പറ്റി ചിന്തിക്കും. അത് സർവ്വസാധാരണയാണ്. ഞാൻ പറഞ്ഞ മോഹൻലാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നടനെ അത് സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ, അപ്പം നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം മാർക്കോ നമ്മൾ സപ്പോർട്ട് ചെയ്യും. മാർക്കോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, വയലൻസ് കൂടുതലായിരുന്നു. എന്നാലും അതിൻ്റെ കളക്ഷൻ വരുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് നമുക്ക് സന്തോഷം. ഒരു മലയാള പടം നേടുന്നതിൽ ഇപ്പം മമ്മൂട്ടിയുടെ ബുഫുക്ക 10-ാം തീയതി വരെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ വല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി എന്നുള്ളൊരു സ്വപ്നമുണ്ട്. അത് അദ്ദേഹത്തിന് സാധിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ആ പടം നല്ലതാണെങ്കിൽ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സിനിമ കാണുന്ന കാലം തൊട്ട് മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തോന്നുന്നതാണ് ഉയരങ്ങളിലെത്തണം. അതുതന്നെയുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചീത്ത വിളിച്ച് ഒതുക്കാമെന്നുള്ള ആ പ്രതീക്ഷ ആർക്കും വേണ്ട. അതിനൊന്നും നിന്ന് തരുന്ന ടൈപ്പല്ല.
ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് ലാലേട്ടനും മമ്മൂട്ടിയൊക്കെയാണ്. പ്രത്യേകിച്ച് ലാലേട്ടനോട് ഇച്ചിരി സ്നേഹം കൂടുതലാണ്. അങ്ങനെ ചീത്ത വിളിച്ചൊക്കെ ഒതുക്കാനാണെങ്കിൽ അതിന് വേറെ പണി നോക്കാം. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.